ഹായ് കുട്ടികളെ, ഹിന്ദി സ്റ്റഡി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ടി വി പട്കഥയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് തരാൻ പോകുന്നത്. ആ പാഠത്തിൽ ടെക്സ്റ്റിൽ ഒരു ഡയറി ഉണ്ട്, അതുപോലെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസൊക്കെ, അതുപോലെ സഹി മിലാൻ കരെ, പിരമിഡ് നിർമ്മിക്കാൻ, ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ടി വി എന്ന ഈ പട്കഥ ഏത് തരത്തിലുള്ള കൃതിയാണ്? കഹാനിയാണോ, കവിതയാണോ, നാടകമാണോ, പട്കഥയാണോ, എന്താണ്? കിസ് വിധാ കി രചന ഹെ? പട്കഥ ഹെ അല്ലേ, തിരക്കഥയാണ്. ടി വി പട്കഥ കി രചയിത കോൻ ഹെ? ആരാണ് ടി വി പട്കഥ എഴുതിയിട്ടുള്ളത്? ടി വി എന്ന തിരക്കഥ എഴുതിയ ലേഖകൻ ആരാകുന്നു? വരുൺ ഗ്രോവർ അല്ലേ? ആൻസർ വരുൺ ഗ്രോവർ. ടി വി പട്കഥ की मुख्य पात्र कौन कौन है? ടി വി എന്ന തിരക്കഥയിലെ മുഖ്യമായും പ്രധാനമായും വന്നിട്ടുള്ള പാത്രങ്ങൾ ആരെല്ലാം? അതിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? കഥാപാത്രങ്ങൾ ഗോപു, ചുന്നി, ഓർ ലല്ലു അല്ലേ? അങ്ങനെ 3 പേരാണ് വന്നിട്ടുള്ളത്. മെയിൻ കഥാപാത്രങ്ങൾ 3 പേരാണ്. ഗോപു, ചുന്നി और ലല്ലു കഹാ ജാ രഹേ ഹേ? ഗോപുവും ചുന്നിയും ലല്ലുവും എവിടേക്കാണ് പോകുന്നത്? കുട്ടികൾ പോകുന്നുണ്ടല്ലോ, പാഠം വായിച്ചല്ലോ. അതിൽ എങ്ങോട്ടാണ് പോകുന്നത്? ദൂസരേ ഗാവ് അല്ലേ, അടുത്ത ഗ്രാമത്തിലേക്ക്, തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക്. ഗോപു, ചുന്നി और ലല്ലു ദൂസരേ ഗാവ് ക്യോ ജാ രഹേ ഹേ? അടുത്ത ഗ്രാമത്തിലേക്ക് എന്തിനാ പോകുന്നത്? ഗോപു, चुन्नी और लल्लू टीवी देखने के लिए दूसरे गांव जा रहे हैं. ഗോപുവും ചുന്നിയും ലല്ലുവും ടി വി കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്. ഗോപു, ചുന്നി और लल्लू के गांव के नाम क्या है? ഗോപുവിൻ്റെയും ചുന്നിയുടെയും ലല്ലുവിൻ്റെയും ഗാവ് കെ നാം ക്യാ ഹെ, ഗ്രാമത്തിൻ്റെ പേരെന്താണ്? എന്താണ്? കീരത്പൂർ. കീരത്പൂർ എന്നാണ്. ഗോപു, ചുന്നി और लल्लू को मनोहर चाचा के घर पहचानने में दिक्कत हुई. ക്യോ? ഗോപുവിനും ചുന്നിക്കും ലല്ലുവിനും മനോഹർ ചാച്ചയുടെ വീട് പഹചാനെ മേം തിരിച്ചറിയാൻ ദിക്കത്ത് ഹുയി പ്രയാസമുണ്ടായി. ക്യോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അവർക്ക് മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്? क्योंकि उस गांव के सारे घर के ऊपर टीवी का डंडा लगा हुआ था. എന്തുകൊണ്ടാണ്? ആ ഗ്രാമത്തിൻ്റെ, ഉസ് ഗാവ് കെ, ആ ഗ്രാമത്തിൻ്റെ എല്ലാ വീടുകളിലും ടി വിയുടെ ആ ആൻറ്റിന,
ടി വി കാ ഡണ്ട ലഗാ ഹുവാ ഥാ, വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഗോപു അതായിരുന്നു അടയാളം വെച്ചത് അല്ലേ. മനോഹർ ചാച്ചയുടെ വീട്ടിലാണ് ടി വിയുടെ ആൻറ്റിന ഉള്ളത് എന്നാണ് അവൻ മനസ്സിലാക്കിയത്. പക്ഷേ അവിടെ എല്ലാവരുടെയും വീട്ടിൽ ടി വിയുടെ ആൻറ്റിന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഗോപുവിന് മനോഹർ ചാച്ചയുടെ വീട് കണ്ടുപിടിക്കാൻ പ്രയാസമായത്. അടുത്ത ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരെ, ശരിയായത് കൂട്ടിയോജിപ്പിക്കുക. മാച്ച് ദ ഫോളോയിങ്. എയും ബിയും അങ്ങനെ 2 കോളം കൊടുത്തിട്ടുണ്ട്. എ കോളത്തിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. मैं कसम खाती हूँ यही वो टवर है, मेरे बापू ने तो की ये ले तेरा प्यारा मकोड़ा. ഇതാണ് എ കോളത്തത്. ബി കോളം, अब खा इसकी कसम बक्सा और एंजिना खरीद लिया था, हम दूसरे गांव जाएंगे जिससे टीवी का सिग्नल आता है. मैं कसम खाती हूँ, ഞാൻ ശപഥം ചെയ്യുന്നു. ഹം ദൂസരെ ഗാവ് ജായെങ്കെ, അല്ലേ, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും എന്ന്. അതല്ലേ അവർ ശപഥം ചെയ്തത്. യഹി വോ ടവർ ഹെ, ഇതാണ് ആ ടവർ. ജിസ്സെ ടി വി കാ സിഗ്നൽ ആത്താ ഹെ, ഇതിൽ നിന്നാണോ ടി വിയുടെ സിഗ്നൽ വരുന്നത്. മേരെ ബാപ്പു നേ തോ കി, എൻ്റെ അച്ഛൻ ചെയ്തു. ബക്സ ഓർ ആൻറ്റിന ഖരീദ് ലിയാ ഥ, ബോക്സും ആൻറ്റിനയും വാങ്ങിയിരുന്നു. അപ്പോൾ ചുന്നിയുടെ അച്ഛൻ ബോക്സും ആൻറ്റിനയൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ ടി വി സിഗ്നൽ പിടിച്ചതേ ഇല്ല. ശരിയല്ലേ. അടുത്തത്, ഏലേ തേരാ പ്യാരാ മക്കോട, ഇതാ നിൻ്റെ പ്രിയപ്പെട്ട മക്കോട. എന്തിനായിരുന്നു. അബ് ഖാ ഇസ്കി കസം, എന്താണ് ആൻസർ. അബ് ഖാ ഇസ്കി കസം, ഇനി ഇതിനെ തൊട്ട് സത്യം ചെയ്യേ, പ്രോമിസ് ചെയ്യേ. മറ്റൊരു സഹി മിലാൻ കരെ കൂടി നോക്കൂ. ഗോപു, ചുന്നി ഓർ ലല്ലു, എ കോളാണ് വായിക്കുന്നത്. ചുന്നി ദൗഡ്കർ, ചുന്നി ഓടിയിട്ട്. ബസ് മേം, ബസ്സിൽ. ഡ്രൈവർ ഗുസ്സേ മേം, ഡ്രൈവർ ദേഷ്യത്തിലാണ്. ബി കോളത്തിൽ സഡക് പാർ കർ ലേത്തി ഹെ, റോഡ് മുറിച്ച് കിടക്കുന്നു, അക്കരെ കിടക്കുന്നു. ജോർ സേ ബ്രേക്ക് ലഗ്താ ഹെ, ശക്തമായിട്ടുള്ള ബ്രേക്ക് ഇടുന്നു. സിർ ബാഹർ നിക്കാൽത്താ ഹെ, തല പുറത്തേക്കിടുന്നു. സഡക് പാർ കർണേമേ കോശിഷ് കർത്തേ ഹെ, റോഡ് മുറിച്ച് കടക്കാൻ പരിശ്രമിക്കുന്നു. ബി കോളത്തെയും. ഇനി ഏതാണ് എയും ബിയും തമ്മിൽ എങ്ങനെയാണ് ചേരുക ശ്രദ്ധിക്കൂ. ഗോപു, ചുന്നി ഓർ ലല്ലു സഡക് പാർ കർണേമേ കോശിഷ് കർത്തേ ഹേ, അല്ലേ, റോഡ് മുറിച്ച് കടക്കാൻ പരിശ്രമിക്കുന്നു. ചുന്നി ദൗഡ്കർ, ചുന്നി ഓടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. സഡക് പാർ കർ ലേത്തി ഹേ, റോഡ് മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ബസ് മേം, ബസ്സിൽ നിന്നും. ജോർ സേ ബ്രേക്ക് ലഗ്താ ഹേ, ശക്തമായിട്ടുള്ള ബ്രേക്ക് ഇടുന്നു. ഡ്രൈവർ ഗുസ്സേ മേം, ഡ്രൈവർ ദേഷ്യത്തിൽ. സിർ ബാഹർ നിക്കാൽത്താ ഹേ, തല പുറത്തേക്ക് ഇടുന്നു. അവരെ വഴക്ക് പറയാൻ വേണ്ടി തല പുറത്തേക്ക് ഇടുന്നുണ്ടല്ലോ, നിങ്ങൾ വായിച്ചില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പിരമിഡ് നിർമ്മിക്കാനാണ്. പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. कोष्टक से उचित शब्द सही स्थान पर रखकर പിരമിഡ് की पूर्ति करे. ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ വാക്ക് സഹി സ്ഥാൻ പർ രഖ്കർ, ശരിയായ സ്ഥാനത്ത് വെച്ച് പിരമിഡ് പൂർത്തിയാക്കൂ. അവിടെ 2 വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് പിരമിഡ് മുഴുവനാക്കണം. പഹാഡ് കി, പർവ്വതത്തിൻ്റെ. മെഹനത് സേ, അധ്വാനിച്ച് പരിശ്രമിച്ച്. നോക്കൂ, ബച്ചെ ചട് രഹേ ഹെ, കുട്ടികൾ
കയറുന്നു. ബച്ചേ പകഡണ്ടി ചढ़ रहे हैं. കുട്ടികൾ മലയോരപ്പാത കയറുന്നു. അടുത്ത 2 ലൈന് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് ഒന്ന് പഹാഡ് കി എന്ന് വെച്ചിട്ടും മറ്റൊന്ന് മെഹനത് സേ എന്ന് വെച്ചിട്ടും. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊന്ന് ശ്രദ്ധിക്കുക. ബച്ചേ ചढ़ रहे हैं. बच्चे പകഡണ്ടി ചढ़ रहे हैं. അടുത്തായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാണ്. ബച്ചേ പഹാഡ് കി പകഡണ്ടി ചढ़ रहे हैं. കുട്ടികൾ പർവ്വതത്തിൻ്റെ മലയോരപ്പാത കയറുകയാണ്. അടുത്തത് ബച്ചേ മെഹനത്ത് സേ. അതിൽ ചേർത്ത വാക്ക് എന്താണ്? മെഹനത്ത് സേ. മെഹനത്ത് സേ പഹാഡ് കി പകഡണ്ടി ചढ़ रहे हैं. കുട്ടികൾ പരിശ്രമിച്ചുകൊണ്ട് പർവ്വതത്തിൻ്റെ മലയോരപ്പാത കയറുന്നു. അപ്പോൾ ഇപ്രകാരത്തിലാണ് പിരമിഡ് പൂർത്തിയാക്കേണ്ടത്. ആദ്യം ചേർത്ത വരിയിൽ ഇത് രണ്ടാമത്തെ വരിയിലുണ്ടായിരിക്കണം. അതിന് 3-ലും ഉണ്ടാവണം, 4-മത്തെ വരിയിലും ഉണ്ടായിരിക്കണം. പുതുതായിട്ട് 3-ലും 4-ലും എല്ലാ സെൻറ്റൻസിലും പുതുതായിട്ട് ഓരോ പദങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് വരിയിൽ ബച്ചേ ചढ़ रहे हैं എന്നുള്ളൊരു പദം. അതിനുശേഷം വന്നത് ബച്ചേ പകഡണ്ടി ചढ़ रहे हैं. പകഡണ്ടി എന്നുള്ള വാക്ക് ചേർത്തു അല്ലേ? പുതുതായിട്ട് ചേർത്ത വാക്കാണ് പകഡണ്ടി. അടുത്ത വരിയിൽ ബച്ചേ പഹാഡ് കി പകഡണ്ടി ചढ़ रहे हैं. കുട്ടികൾ പർവ്വതത്തിൻ്റെ മലയോരപ്പാത കയറുന്നു. അപ്പോൾ പഹാഡ് കി എന്ന് ചേർത്തു. 4-മത്തെ വരിയിൽ ബച്ചേ മെഹനത്ത് സേ അധ്വാനിച്ച് പരിശ്രമിച്ചുകൊണ്ട് പഹാഡ് കി പകഡണ്ടി ചढ़ रहे हैं പർവ്വതത്തിൻ്റെ മലയോരപ്പാത കയറുന്നു. ഇപ്രകാരത്തിലാണ് പിരമിഡ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അടുത്തൊരു പിരമിഡ് കൂടി ശ്രദ്ധിക്കൂ. ബച്ചേ ആകെ ബഡ് ജാത്തേ ഹെ. കുട്ടികൾ മുന്നോട്ട് പോകുന്നു. ബച്ചേ സഡക് പർ ആകെ ബഡ് ജാത്തേ ഹെ. കുട്ടികൾ റോട്ടിലൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ തന്നിട്ടുള്ള 2 പദങ്ങൾ ബ്രാക്കറ്റിലുള്ളത് കച്ചി എന്നും തീനോം എന്നുമാണ്. നമുക്കറിയാം ഇത് വിശേഷണ പദമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ബച്ചേ കച്ചി സഡക് പർ. കുട്ടികൾ തകർന്ന റോട്ടിലൂടെ ആകെ ബഡ് ജാത്തേ ഹെ മുന്നോട്ട് പോകുന്നു. അടുത്തത് ബച്ചേ തീനോ ബച്ചേ കച്ചി സഡക് പർ ആകെ ബഡ് ജാത്തേ ഹെ. 3 കുട്ടികളും തകർന്ന റോട്ടിലൂടെ അല്ലെങ്കിൽ ടാറിടാത്ത റോട്ടിലൂടെ മുന്നോട്ട് പോകുന്നു. അധികവും തരുന്ന പദങ്ങൾ അധികവും വിശേഷണ പദങ്ങളാവും. അപ്പോൾ നോക്കുക, നിങ്ങൾ ഏതിൻ്റെ മുന്നെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് നോക്കി അർത്ഥം മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയറിയാണ്. ആ ഡയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഡയറി ലിഖേ. ഡയറി എഴുതൂ. ഗോബു ഘർ പहुंച്ച. ഗോബു വീട്ടിലെത്തി. വോ യാദോ മേ ഖോ ഗയ. അവൻ ഓർമ്മയിൽ അങ്ങോട്ട് ഖോ ഗയ മുഴുകി. ഫിർ ഡയറി ലിഖനെ ലഗ. പിന്നീട് അവൻ ഡയറി എഴുതാൻ തുടങ്ങി. ലിഖേം എഴുതാൻ. ഗോബു കി ഡയറി. ഗോബുവിൻ്റെ ഡയറി. അപ്പോൾ ഗോബു ആ ടി വി മനോഹർ ചച്ചാൻ്റെ വീട്ടിൽ നിന്ന് ടി വി കണ്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അവൻ വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയായിരിക്കും അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ആ ഓർമ്മയിൽ മുഴുകിയ ഗോപുവിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും അത് ഡയറിയുടെ രൂപത്തിൽ എഴുതൂ കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ശ്രദ്ധിക്കുക. 22 അഗസ്റ്റ് 22 ഓഗസ്റ്റ്. ആജ് കാ ദിൻ മേ നഹീ ഭൂൽ സക്ത. ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല.
ജീവൻ മേ കഭി ഭൂൽന ചാഹനെ പർ ഭി, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ഭൂൽ നഹി സക്താ, ക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള അതിശയോക്തി നിറഞ്ഞിട്ടുള്ള വാചകങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുക. ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഡേറ്റൊക്കെ ഇടുക. പിന്നീട് അതിൽ നമ്മൾ നേരെ ഡയറിയിലേക്കാണ് പോവാതെ കുറച്ച് അതിശയോക്തി നിറഞ്ഞിട്ടുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 1-2 ലൈന്, അത്തരത്തിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുക. ആജ് കാ ദിൻ മൈ നഹീ ഭൂൽ സക്താ, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. ജീവൻ മേ കഭി ഭൂൽന ചാഹനെ പർ ഭി, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് മറക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും ഭൂൽ നഹി സക്ത, എനിക്ക് മറക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് ഉണ്ടായത്. അപ്പം ഇങ്ങനെയുള്ള വാചകങ്ങൾ കൊടുത്തു വേണം ഡയറി എഴുതാൻ തുടങ്ങാൻ. ആജ് മുझे ടി വി ദേഖ്നെ കി ബഡി ഇച്ഛാ ഹുയി, ഇന്ന് എനിക്ക് ടി വി കാണാനുള്ള വലിയൊരു താല്പര്യം ഉണ്ടായി, ഭയങ്കര ഇഷ്ടം തോന്നി, ആഗ്രഹം തോന്നി. ചുന്നി ഓർ ലല്ലു സെ, ചുന്നിയോടും ലല്ലുവിനോടും ടി വി കെ ജാദു കെ ബാരെ മേ ബത്തായ, ടി വിയുടെ ആ മായാജാലത്തെക്കുറിച്ച് ബത്തായ പറഞ്ഞു. വേ ഭി, അവരും ടി വി ദേഖ്നെ ഉത്സുക് ഹുയെ, ടി വി കാണാൻ ഉത്സാഹഭരിതരായി. കിസി സെ ബിനാ ബത്തായെ, ആരോടും ഒന്നും പറയാതെ. ഹം ദൂസരെ ഗാവ്, ഞങ്ങൾ മറ്റൊരു അടുത്ത ഗ്രാമത്തിലേക്ക് ജാനേക്കാ നിശ്ചയിക്കുക, പോകാൻ തീരുമാനിച്ചു. മേ ടി വി കി യാദോ മേ, ഞാൻ ടി വിയുടെ ഓർമ്മയിൽ ഖോയാ ഹുവ, മുഴുകിക്കൊണ്ട് ആകെ ബടാ, മുന്നോട്ട് പോയി. മനോഹർ ചാച്ചാ കെ യഹാ, മനോഹർ ചാച്ചായുടെ അവിടെ പहुँचते ही, ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഘർ പഹ്ചാനനെ മേ ദിക്കത്ത് ഹുയി, വീട് മനസ്സിലാക്കാൻ ദിക്കത്ത് ഹുയി, പ്രയാസമുണ്ടായി. അന്ധേര ഹോ ചുകാ ഥാ, ഇരുട്ടാണെങ്കിൽ ആയിക്കഴിഞ്ഞിരുന്നു. മേ രോനെ ലഗ, ഞാൻ കരയാൻ തുടങ്ങി. മുझे रोता देख, എന്നെ കരയുന്നത് കണ്ടപ്പോൾ ചുന്നി ഓർ ലല്ലു ബി രോനെ ലഗി, ചുന്നിയും ലല്ലുവും കരയാൻ തുടങ്ങി. ഇത്തനേമേ, ഇത്രയായപ്പോഴേക്കും മനോഹർ ചാച്ച ആയെ, മനോഹർ ചാച്ച വന്നു. ഓർ ഹമേ ഘർ ലേ ചലെ, ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹം ബഡേ ചാവുസേ, ഞങ്ങൾ വളരെ ചാവുസേ, താല്പര്യത്തോടെ ടി വി ദേഖ്നെ ബൈഠെ, ടി വി കാണാനിരുന്നു. ലേക്കിൻ ക്യാ കരും, പക്ഷേ എന്ത് ചെയ്യും. ദുർഭാഗ്യസേ ബിജലി ചലി ഗയി, ദുർഭാഗ്യമെന്ന് പറയട്ടെ. അപ്പോൾ ബിജലി ചലി ഗയി, ലൈറ്റ് അങ്ങോട്ട് പോയി, കറണ്ട് പോയി. മേരി ഇച്ഛ വിഫൽ ഹുയി, എൻ്റെ ആഗ്രഹം വിഫലമായി, മുഴുവനായില്ല. ടി വി, അവനിങ്ങനെ ഓർത്ത് പറയാം, ടി വി ഉണ്ടല്ലോ, തോ ജാദു ഹി ഹേ, അതൊരു മായാജാലം തന്നെയാണ്. ഹേ ഈശ്വർ മേരി രക്ഷാക്കർ, ഹേ ഈശ്വര എന്നെ രക്ഷിക്ക്. അപ്പോൾ ലാസ്റ്റിൽ കൊടുത്ത വരി കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള വരികളൊക്കെ നമ്മൾ ഡയറി എഴുതുമ്പോൾ, എപ്പോഴും ഡയറി എഴുതുമ്പോൾ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പം കൂടുതൽ മാർക്ക് കിട്ടും. അടുത്തതായിട്ട് ഒരു പോസ്റ്ററാണ് എഴുതാൻ പോകുന്നത്. आपके स्कूल में टीवी पटकथा एकांकी के रूप में अवतरण करने जा रहे हैं. നിങ്ങളുടെ സ്കൂളിൽ ടി വി എന്ന പട്കഥ ഏകാംഗിയുടെ രൂപത്തിൽ, ഏകാംഗി എന്ന് പറഞ്ഞാൽ ഒറ്റ രംഗമുള്ള എന്നുള്ളതല്ലേ, ഏകാംഗിയുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോവാണ്. ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ, ഇതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പോൾ ശ്രദ്ധിക്കൂ എങ്ങനെയാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പോസ്റ്ററിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ക്യാ, എന്താണ് നടക്കുന്നത്, കഹാം, എവിടെ വെച്ചാണ് നടക്കുന്നത്, കബ്, എപ്പോഴാണ് നടക്കുന്നത്. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ആ എഴുതിയ പോസ്റ്ററിന് ആൻസർ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അവസാനമായിട്ട് എല്ലാവരോടും സ്വാഗതം ചെയ്യൽ, അതെല്ലാം നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. നോക്കൂ, ഈ എഴുതിയിട്ടുള്ള പോസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കൂ. ആയേ നാടക മസാലേ,
വരൂ നാടകം ആസ്വദിക്കാം. വരുൺ ഗ്രോവർ കാ ഏകാംഗി. വരുൺ ഗ്രോവറിൻ്റെ ഏകാംഗിയാണ്. TV എന്നാ നടക്കുന്നത്? 22 ആഗസ്റ്റ് 2020. സുബഹ് 10 ബജെ. രാവിലെ 10 മണിക്ക്. സ്കൂൾ സഭാഗൃഹമേ. എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച്. സബ് കാ ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹിന്ദി മഞ്ച്. ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ. സർക്കാരി ഹൈസ്കൂൾ മലപ്പുറം. സർക്കാർ ഹൈസ്കൂൾ മലപ്പുറം. ഇതാണ് പോസ്റ്ററിൻ്റെ ഒരു രൂപം. അപ്പോൾ കുട്ടികൾ വൃത്തിയായിട്ട് എഴുതി നോട്ടിലെഴുതി മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മുടെ TV പട്കഥയിലെ ആ പാഠത്തിലെ 16ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ. പട്കഥ കെ ആധാർ പർ താലിക കി പൂർത്തി കരേം. പട്കഥ തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കോളം ഫില്ല് ചെയ്യാൻ. നമുക്കറിയാം തിരക്കഥയിൽ ഓരോ ദൃശ്യങ്ങളുണ്ട്. ദൃശ്യ ഏക്ക് എന്ന് പറഞ്ഞാണ്ട് ദൃശ്യദോ അങ്ങനെ പറഞ്ഞാണ്ടാണല്ലോ സീൻ ഏക്ക് ഒന്ന് സീൻ ദോ എന്ന് പറഞ്ഞാണ്ടാണല്ലോ തുടങ്ങുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് തന്നെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമയം, എപ്പോഴാണ് ദൃശ്യം നടക്കുന്നത്, അതിൻ്റെ സമയം. ഘടന, അതിലെ സംഭവം എന്താണ് അതും. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നവർ, അതും അതിൽ വ്യക്തമായിട്ടുണ്ട്. ആ പാഠം വായിക്കുമ്പോൾ നമുക്കറിയാം. അതാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ, ഓരോ ദൃശ്യവും അതിലെ ഘടന സമയം എല്ലാം ഞാൻ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ദൃശ്യം 1, സീൻ 1. നമ്മൾ ആ ടെക്സ്റ്റിലെ സീൻ 1 എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സ്ഥാൻ അതെവിടെയാണ് നടക്കുന്നത്? നമ്മൾ സ്ക്രീനിൽ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക? ഗോപു കെ ഘർ കെ ബാഹർ കെ കച്ചേ സടക്. ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തുള്ള തകർന്ന റോഡ്. സമയം, എപ്പോഴാണ് സമയം? ദോപഹർ കെ 2 ബജെ. ഉച്ചക്ക് 2 മണി. ഘടന, ആ സീനിൽ നടക്കുന്ന സംഭവം എന്താണ്? ഗോപു, ചുന്നി ഓർ ലല്ലു കച്ചേ രാസ്തേ പർ ഖടേ ഹേ. ആ 3 കുട്ടികളും തകർന്ന റോഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവരവിടെ ശബ്ദം ചെയ്യിക്കാണല്ലോ ചുന്നിനെ കൊണ്ട്. അതിലുള്ള പാത്രങ്ങൾ ആരൊക്കെയാണ്? ഗോപു, ചുന്നി ഓർ ലല്ലു. അപ്പോൾ ഇതുപോലെ 8 ദൃശ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കി 3 എണ്ണം നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ദൃശ്യത്തിൽ പഹാഡ് കി പകഡണ്ടിയാണ് സ്ഥാൻ. സീന് കാണുക. പർവ്വതത്തിൻ്റെ ആ മലയോര പാത. സമയം ദോപ്പഹർ കെ 3 ബജെ. ഉച്ചക്കുള്ള 3 മണി. സംഭവം ബച്ചെ മെഹനത് സെ പഹാഡ് കി പകഡണ്ടി ചढ़ രഹേ ഹെ. കുട്ടികൾ ഭയങ്കര പ്രയാസപ്പെട്ടുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മലയോര പാത കയറുകയാണ്. അതിൽ വന്ന പാത്രങ്ങളും ഗോപുവും ചുന്നിയും ലല്ലുവാണ്. അവർ 3 പേരും കൂടി അടുത്ത പ്രദേശത്തേക്ക് പോവല്ലേ, അടുത്ത നാട്ടിലേക്ക്. മൂന്നാമത്തെ ദൃശ്യത്തിൽ മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര. മനോഹർ ചാച്ചയുടെ വീടിൻ്റെ റൂമാണ് കാണുന്നത്. കാരണം ആ പോകുന്ന യാത്രയിൽ അവൻ ആലോചിക്കുകയാണ്. ഗോപു സുബഹ് കെ 8 ബജെ. രാവിലെ 8 മണി സമയമാണ്. TV पर 26 जनवरी की പരേഡ് देखता है. TV-യിൽ ജനുവരി 26 പരേഡ് കാണുകയാണ്. ഗോപു, ബാബ, മനോഹർ ചാച്ച. അതിൽ വന്ന കഥാപാത്രങ്ങൾ ഗോപുവും അച്ഛനും മനോഹർ ചാച്ചയുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഫ്ലാഷ് ബാക്ക് വന്നല്ലോ, അതാണത് ആ സീന്. നാലാമത്തെ ദൃശ്യം പഹാടി സഡക്. പർവ്വത പ്രദേശം, പർവ്വത റോഡ്. ഷാം കെ 4 ബജെ. വൈകുന്നേരം 4 മണി. സഡക് പാർ കർനെ കി കോശിഷ്. അപ്പോൾ കുട്ടികൾ തൊട്ട ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ റോഡ്
പാർ കർണേക്ക് കോശിഷ്, അക്കരെ കടക്കാൻ, മുറിച്ച് കിടക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. ഗോപു, ചുന്നി, ലല്ലു, ഡ്രൈവർ. ഗോപുവും ചുന്നിയും ലല്ലുവും ഡ്രൈവറും ഉണ്ട് അതിൽ കഥാപാത്രമായിട്ട്. കാരണം ഡ്രൈവർ വഴക്ക് പറയണില്ലേ കുട്ടികളെ, എവിടെ നോക്കി ഞങ്ങൾ പോണതെന്ന് ചോദിച്ചു കണ്ട്. അടുത്ത സീൻ 5. കസ്ബേക്ക് സബ്ജി മണ്ടി, ആ പ്രദേശത്തെ പച്ചക്കറി ചന്ത. ഷാം കെ 5 ബജെ, വൈകുന്നേരം 5 മണി. അവരാ മാർക്കറ്റിലെത്തിയല്ലോ. തീനോം ഹാത്ത് പക്കഡ്കർ ചലത്തെ ഹെ, 3 പേരും കൈ പിടിച്ചുകൊണ്ട് പോവാണ്. ഗോപു, ചുന്നി, ലല്ലു ആണ് അതിൽ കഥാപാത്രങ്ങൾ വന്നിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ള 3 കൂടി നിങ്ങൾ എഴുതി ചേർക്കുക. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ഇതിൽ TV എന്നുള്ള കഹാനി വരുന്നുണ്ട്, അധിക വായനയായിട്ട്. അതും കൂടി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോഴാണ് ഈ പട്കഥ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു കഥയിൽ നിന്നും എങ്ങനെയാണ് തിരക്കഥ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.